ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 600 ഗ്രാം ചെമ്മീനാണ്. 1 കിലോ അടുത്ത് റൈസ് ഉണ്ട്, കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മസാലക്കൂട്ട് അതിലേക്ക് വേണ്ടത് പുതിനയില, കിസ്മിസ്, ഉപ്പ്, സവോള, ഒരൽപ്പം ക്യാരറ്റ്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, മുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇത് നമ്മുടെ വീട്ടിൽ ഉള്ള മസാല കഷ്ണങ്ങൾ വെച്ചിട്ട് പൊടിച്ചൊരു മസാലക്കൂട്ടാണ്. അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഉണ്ടാക്കുന്ന വിധം വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നെയ്യ്, മല്ലിയില, തക്കാളി, നാരങ്ങാനീര്. ഇത്രയാണ് വേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ കൈയിട്ട് കൊടുക്കണമെന്ന് എല്ലാവർക്കും നമ്മളപ്പം ചെമ്മീൻ ഇവിടെ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചോറ് വേവിക്കാനായിട്ട്, അരി വേവിക്കാനായിട്ട് വെള്ളം വെക്കാം. നമ്മൾ ദം ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ചോറ് വേവിക്കാനുള്ള നോക്കാം. അതിലേക്കായി അരി വേവിക്കാനുള്ള വെള്ളം വെക്കാം. ഉരുകട്ടെ. അപ്പം മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് വെക്കാം. ഓഫാക്കാം. ചെമ്മീനൊന്ന് നന്നായി, ഒരുപാട് മൂക്കണ്ട, ബിരിയാണിക്കല്ലേ, ഒരുവിധം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇളക്കി കൊടുക്കാം. ബിരിയാണിക്ക് എപ്പോഴും കുറച്ച് വലിയ ചെമ്മീൻ എടുക്കുന്നതന്നെയായിരിക്കും നല്ലത്. അങ്ങോട്ട് പോകുന്നപ്പോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെ വേണം, ഈ എണ്ണയിൽ തന്നെ വേണം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായി, മസാല ഉണ്ടാക്കാനായിട്ട് കേട്ടോ. നമുക്ക് ഈ ചെമ്മീൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ എണ്ണയിൽ വേണം ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാണ്. നമുക്ക് ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 5 ഏലക്ക, 2 കഷ്ണം കറുവാപ്പട്ട, ഒരു 5 കരയാമ്പൂ, ഇത്രയും സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 80% വേവാകുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഈ മസാല തയ്യാറാക്കാം. നിൽക്കേ, നമുക്ക് ചെമ്മീൻ മസാല തയ്യാറാക്കാനായി തുടങ്ങാം. അതിലേക്ക് നമ്മൾ ആ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വരുമ്പോഴേക്കും നല്ല മണം വരുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി ഒരു മൂത്ത മണം വരുമ്പോൾ, നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ നല്ലൊരു പച്ചമുളക് ഇട്ട് നല്ലൊരു മൂത്ത മണമൊക്കെ വരുമല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് സബോള ആഡ് ചെയ്യാം. സബോള നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി മസാല തയ്യാറാക്കുമ്പോഴത്തേക്കും നല്ലപോലെ സവോള വഴണ്ട് വരണം. ബിരിയാണി മസാലക്കുള്ള മസാലയ്ക്ക് സവോള നന്നായി വഴണ്ട് വരണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. അത് വാടി വരാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ചോറ് അടിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. മസാല വഴണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റാം. തക്കാളി നന്നായി ഒന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ മസാല നല്ല കുഴഞ്ഞ പരുവത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ മസാല സവോളയും തക്കാളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. നല്ല കുഴഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അതായത് നമുക്കിതിൽ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര നമുക്ക് ഇട്ട് കൊടുക്കാം. ആ പൊടികളൊക്കെ ചേർന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നാരങ്ങാനീരും ഇട്ട് കൊടുക്കാം. നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നാരങ്ങാനീര് നന്നായി ഇളക്കി നമുക്കതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. ചെമ്മീനിട്ട ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പ് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില, വീണ്ടും വഴറ്റി കൊടുക്കുക. നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ചോറും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദമ്മാക്കാം. അങ്ങനെ നോക്കാം. നമുക്ക് ബിരിയാണി ദമ്മാക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മസാല ആദ്യം ഇതിലേക്ക് ഇടാം. നമുക്ക് ബിരിയാണി ദമ്മാക്കാം. കുറച്ച് മസാല ആദ്യം പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറ് എന്തായാലേ ഉള്ളൂ. ലെയർ ചോറിട്ട് കൊടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതേപോലെ കുറച്ച് പുതിനയില. വീണ്ടും നമ്മളതിലേക്ക് നമ്മൾ മസാല രണ്ടാമത്തെ ലെയറിൽ വീണ്ടും മസാല ഇട്ട് കൊടുത്തു.
വീണ്ടും കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയർ. കുറച്ചുകൂടെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിനയില ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുക്കാം. ഒരല്പം പൈനാപ്പിൾ എസൻസ് ഒരു മണത്തിന് വേണ്ടി. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദമ്മാക്കി വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ദമ്മാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മ് പൊട്ടിക്കാം. ഗൈസ്, നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടോ നമ്മുടെ വയ്ക്കും. ഇന്ന് നമ്മൾ എവിടെ, ഇന്ന് നമ്മുടെ ജിയക്കുട്ടി വരാൻ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. ഇന്ന് നമ്മൾ നല്ല ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സെറ്റാക്കാം. നമ്മുടെ ബിരിയാണി സെറ്റായി കഴിഞ്ഞു. നമുക്ക് കഴിക്കാം. നമ്മളെ ജിയമോള് നമ്മുടെ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം അല്ലേ. അപ്പൊ നമ്മുടെ പ്രോൺസ് ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും മറന്നു പോവാതെ നമ്മുടെ കാന്താരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെന്താ, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞങ്ങളുടെ ബിരിയാണിയൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് മസ്റ്റായി നോക്കണം, അഭിപ്രായമൊക്കെ. അപ്പൊ നമ്മുടെ സിയക്കുട്ടിയുടെ ഒരു പാട്ടൂടെ കേട്ടാലോ? പാടിക്കോ മുത്ത്, ഏതെങ്കിലും പാടിക്കോ. വേറൊരു പാട്ട് പഠിച്ചത് പുതിയത് ഇപ്പൊ പറയണോ? ആ പാടിക്കോ. സ്റ്റൂള് വേണം. സ്റ്റൂൾ ഇരുന്നാ പാടുന്ന സന്തോഷ പൊന്നടി ചന്ത മുന്തിര സുന്ദര ചന്ദ്രശ്വരി സോറ തോറുള്ള അഹമ്മദ് പുകർത്തി സുഗന്ധർവല്ലി നീക്കൽത്തി പുകന്റെ കഞ്ഞി മരത്തെ ജപിക്കുമ്പോ ഭക്തി വെച്ച് വെച്ചമുല്ലക്ഷട് വെച്ചൊരു രോജ ിതറി രോജ കരുളി കരുളി ബുഷറ നബി തൻ പോരുൾ മകൾ ദുഹറ ദുഹറവത്തോൾ സാക്കിയറായ ഷജറുകൾ താരമായി സലാമിന്റെ ും ഷാര ഉടയതി മതി സന്തോഷ പൊന്തടി ചന്തം മുന്തിര സുന്ദര ചന്ദ്രശ്വരി സുറ പൊരുളേ കസുറ അഹമ്മദ് പൗദർദി സുഗന്ധർവല്ലി ഈക്കൽത്തി പൂവന്റെ കഞ്ഞി പാരും നിന്നേടിക്കുമ്പോ ഫാത്തിമത്ത് സുഹറ. താങ്ക് യു. പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും ഒരിക്കൽ പറയാണ്, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അത് വീണ്ടും ഒരു വീഡിയോയുമായി വരുമ്പോഴേക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ.